ഹെൽനോസ് പാട്ട എന്ന് പറഞ്ഞ ധന്യ മദ്യപിച്ച് കാർ ഓടിച്ചതിന്റെ പേരിൽ ഫൈൻ കിട്ടിയെന്നും കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ആരും എന്നെ ടാഗ് ചെയ്യണ്ട, ആരും എന്നെ മെൻഷൻ ചെയ്യണ്ട. നിങ്ങളെപ്പോലെ ഞാനും അത് കണ്ടു. ഒരിക്കലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എല്ലാവരും പറഞ്ഞു ജാസി എന്തായാലും വീഡിയോ ചെയ്യണം. അപ്പൊ എനിക്കും തോന്നി ചെയ്യാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടതുപോലെ ഞാനും കേട്ടു. ഹെൽനോസ് പാട്ട എന്ന് പറഞ്ഞ ധന്യ മദ്യപിച്ച് കാർ ഓടിച്ചതിന്റെ പേരിൽ ഫൈൻ കിട്ടിയെന്നും അതിന് എന്തൊക്കെയാണ് അതിന്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ധന്യയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹെൽനോസ് പാട്ടയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെന്നുണ്ടെങ്കിൽ എന്നെ വലിച്ച് ചീന്തി എന്റെ തള്ളക്കും തന്തക്കും വിളിച്ച് പൊങ്കാലിട്ടായിരുന്നു ഈ പറഞ്ഞ കുട്ടി അല്ലേ. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തും എൻ്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. തെറി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ തെറി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ധന്യ, ഇത് നിനക്കാണ്. ഒരുപാട് നീ എൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എൻ്റെ പടച്ചോന് ശക്തിയുണ്ട്. അതാണ് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചത്. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് വേണമെങ്കിൽ നീ പറഞ്ഞതുപോലെ ഒരുപാട് ഹട്ടഹസിച്ചിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ വീഡിയോ ചെയ്യാം. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു റീച്ചോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എൻ്റെ ഫോളോവേഴ്സ് കൂട്ടാനോ എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കോമഡി വീഡിയോസും നല്ല വീഡിയോസും ചെയ്താൽ ആൾക്കാർ ഏറ്റെടുക്കും. പിന്നെ നീ പറഞ്ഞു ആഷിൻ്റെയും എൻ്റെയും ബന്ധം. സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മനെയും ഉപേക്ഷിച്ച് ഒരു ആണിൻ്റെ കൂടെ ഇറങ്ങിപ്പോയ നീ എന്ത് അധികാരത്തിലാണ് അത് പറഞ്ഞത്? പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പം നിങ്ങൾ പേച്ചപ്പായൊന്നും എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവ് ഒരിക്കലും നിന്റെ ഫാമിലിയെ കൂടെ ഒരു വീഡിയോ എടുത്തത്? ഓക്കെ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. അതുപോലെ എല്ലാവർക്കും ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ട് ധന്യ. അതിലേക്ക് ചൂഴ്ന്നിറങ്ങാനോ അല്ലെങ്കിൽ അത് കുത്തി മണപ്പിക്കാനോ ആരും വരരുത്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ എൻ്റെ ഒരു ശത്രുവാണെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. എൻ്റെ ശത്രുവിനൊരു ഇത് വന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മനുഷ്യനായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ധന്യ തന്നെ പറയട്ടെ. പഠിച്ചോന് എന്താ പറയുക, എനിക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല. സത്യമാണ് വിജയിക്കുകയുള്ളൂ, അധർമ്മം വിജയിക്കില്ല. സത്യമേവ ജയതേ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും പറഞ്ഞൊരു പൊന്നിസഖിയൊക്കെ കളിക്കണമെന്ന്. എന്തിന്? അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ആരുടെ ഭാഗത്താണോ തെറ്റ് അല്ലെങ്കിൽ ആരാണോ തെറ്റ് ചെയ്തത് അത് ദൈവം കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ ധന്യക്ക് ഇതൊരു പാഠമാവട്ടെ, ഇതിൽ നിന്ന് പഠിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ജാസിയുടെ ശാപമാണോ ഹെലന് കിട്ടിയിരിക്കുന്നത്? കർമ്മ തിരിച്ചടിച്ചതാണോ? എന്റെ ഭഗവാനെ, എല്ലാരും കൂടെ എന്റെ അച്ഛനെയും അമ്മയും വിളിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൽനോസ്പേട്ട പോലീസ് സ്റ്റേഷനിലായി, സെൻട്രൽ ജയിലിലായി, എന്നെ തൂക്കിക്കൊന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ എന്റെ പഞ്ചിൽ കുത്തിരിക്കുന്നുണ്ട് ഗൈസ്. എന്റെ പഞ്ചില് വിശദ വിവരം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്, ഒരു 8 മണിക്കുള്ളിൽ ചെയ്യാം. കാരണം ഞാനിപ്പം ഇവിടെ ഡിവൈഎസ്പിന്റെ ഹോസ്പിറ്റലിലും ഓഫീസിൽ വന്നിട്ടാണ് ഉള്ളത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ കൃത്യമായി അയ്യോ എന്റെ മമ്മി, നിങ്ങൾ എന്റെ മമ്മി എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്, ഞാൻ ജയിലല്ല. അപ്പൊ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ചിയേഴ്സ്. മെയിൻ സ്ട്രീം മീഡിയാസിനൊക്കെ കണ്ടന്റ് കുറഞ്ഞെന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് യൂട്യൂബേഴ്സാണ് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാറ്. ഇപ്പോൾ നേരെ തിരിച്ചാണ്. മെയിൻ സ്ട്രീം മീഡിയാസാണ് ഇപ്പോൾ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ന്യൂസ് എല്ലാം കൊടുക്കുന്നത്. എന്തൊക്കെ ന്യൂസുകളാണ് പടച്ചുവിടുന്നത്? ഹെലനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നിങ്ങനെ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്? മെയിൻ സ്ട്രീം മീഡിയാസിനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, നാട്ടിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് ന്യൂസാക്കി എടുക്കൂ. ഒരു യൂട്യൂബറിന് ഒരു ചെറിയ വെള്ളമടിച്ച പെറ്റി കേസ് വന്നത് ഇത്ര വലിയ ന്യൂസാക്കേണ്ടയൊക്കെ കാര്യമുണ്ടോ? എല്ലാ മീഡിയാസും അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കഷ്ടം തന്നെയാണ് നിങ്ങളുടെയൊക്കെ കാര്യം. നിങ്ങൾക്കൊന്നും വേറെ ന്യൂസൊന്നും കിട്ടുന്നില്ലേ? ഒരു ദിവസം എത്ര വെള്ളമടിച്ച കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ ന്യൂസാക്കുന്നുണ്ടോ? ഹെലൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. വെള്ളമടിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ലാത്തത് ഹെലനെ അറിയാവുന്നത് തന്നെയാണ്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ആ ഒരു ചെക്കിംഗ് ഉണ്ടായിരുന്നത്. പിന്നെ ഹെലന്റെ വീഡിയോസ് എല്ലാം പബ്ലിക് ആവണ്ട എന്ന് വിചാരിച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയായിരുന്നു. പക്ഷേ ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. ചെറിയ തോതിൽ വൈറലാകുന്നതിന് പകരം വലിയ തോതിൽ തന്നെ ഹെലൻ വൈറലായിരിക്കുകയാണ്. എന്തായാലും ഹെലൻ തനിക്ക് പറ്റിയ തെറ്റ് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. ഇത് വെറും ഒരു വെള്ളമടിച്ചിട്ടുള്ള ഒരു പെറ്റി കേസ് മാത്രമാണ്, അല്ലാതെ മെയിൻ സ്ട്രീം മീഡിയാസിൽ പറയുന്നത് പോലെയുള്ള വലിയൊരു സംഭവമൊന്നുമല്ല. എനിവേ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്.